പാനിക്കാടിൻ ദേശഹര അഗ്നീശ്വര ശിവനെ ശിവ ശിവനാമജപത്തിൽ ഭ്രമിച്ചു ഞാൻ നിൻ തിരുക്കോവിലിൽ അഗ്നികുണ്ഠത്തിൽ തപമിരുന്നു ഹര ഹര ശംഭോ ശിവ ശംഭോ ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഹര ഹര ശംഭോ ശിവ ശംഭോ ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശങ്കര വേദഗിരീശ്വര ദയാനിധീശ്വര ദേവദേവേശ്വര ഭക്തജ്ഞാനേശ്വരാദിപുരീശ്വര പുഷ്പബാണേശ്വര നീലകണ്ഠേശ്വര ഭാഗപുരേശ്വര പഞ്ചനാദേശ്വര തിരുമാലിടേശ്വര എന്നാത്മരാഗത്തിലാടേണമേ ഹര ഹര ശംഭോ ശിവ ശംഭോ ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഹര ഹര ശംഭോ ശിവ ശംഭോ ഓം ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഒരു മാത്ര എൻ മുന്നിൽ നടനമാടൂ പാനിക്കാടിൻ ദേശഹര അഗ്നീശ്വര ശിവനെ ശിവ ശിവനാമജപത്തിൽ ഭ്രമിച്ചു ഞാൻ നിൻ തിരുക്കോവിലിൽ അഗ്നികുണ്ഠത്തിൽ തപമിരുന്നു ശങ്കര സാർ, ഈ തിരുവരങ്ങ് ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കും, അതൊരു വലിയ ഭാഗ്യമായിരിക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഈ സത്കർമ്മം സന്തോഷത്തോടു കൂടി ചെയ്യാമെന്നേറ്റ ബഹുമാന്യനായ ശ്രീ വിപിൻ ഗോപിനാഥ് സാർ അവരുടെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ധന്യമായ വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവരങ്ങ് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ആദരണീയായ SHO നമ്മുടെ ക്ഷണമനുസരിച്ച് ഒരു മടിയും കൂടാതെ ഈ സങ്കേതത്തിലേക്ക് എത്തി ഈ ധന്യമായ വേദി അലങ്കരിക്കുന്ന ശ്രീ വിപിൻ ഗോപിനാഥ് സാറിനവറുകളോടെ ഈ തിരുവരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എല്ലാം ആരുടെ നാമത്തിലാണ്? ആനിക്കട്ടലമ്മയുടെ നാമത്തിൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു വിപിൻ ഗോപിനാഥ് സാർ അവറുകളെ. എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി അവരുകൾ, അതേപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി അവർ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യം പ്രിയങ്കരനുമായ ശ്രീ സുരേഷ് കുമാർ അവരുകൾ, ഈ മീറ്റിംഗിൽ സ്വാഗതം ആശംസിച്ച ശ്രീ സുനിൽ കുമാർ, ഈ വേദിയിൽ ആയിരിക്കുന്ന മറ്റ് വ്യക്തി, നല്ലവരായ ജനങ്ങളെ, പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നതിലുള്ള മീഡിയ പ്രവർത്തകരെ, ഈ കലാസന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഈ
ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എല്ലാവരും നല്ലൊരു ഗാനമേളയൊക്കെ കേൾക്കാനായിട്ട് വളരെ താല്പര്യത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ലോകത്താകമാനം ഒട്ടനവധി പല കാലഘട്ടത്തിലെ ആകമാനം ഒട്ടനവധി പ്രമാണങ്ങളുമൊക്കെ ലോകത്താകമാനമുണ്ട്. ഇന്ത്യയിൽ ഹിന്ദുമതവും ഉടലെടുത്ത് മറ്റനേകം മതങ്ങൾ ഉടലെടുത്ത് ഇന്നും നശിച്ചു പോകാതെ വളരെ അധികം ഭക്തജനങ്ങളോടുകൂടി വിശ്വാസത്തോടുകൂടി പോകുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നമ്മളൊരു കലാസന്ധ്യയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യനെ നല്ല രീതിയിലുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ മതങ്ങളും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും എല്ലാ കോണുകളിൽ രൂപം. അതുകൊണ്ട് തന്നെ അതിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എല്ലാം പറയുന്ന ഒരു മുറിയിലേക്ക് തുറക്കുന്ന വേറെ വേറെ വാതിലുകൾ മാത്രമാണ് എല്ലാ മതങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മതവും ലോകത്തുള്ള ഏതെങ്കിലും ഒരു മതം മോശമാണ് എന്ന് പലർക്കും. പക്ഷെ മറ്റ് എല്ലാ മതങ്ങളിൽ നിന്നും വ്യക്തിമതത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭക്തി എന്നതിനപ്പുറത്തേക്ക് സർഗാത്മകമായ മറ്റനേകം മേഖലകളിലേക്ക് സ്വാധീനം ഹിന്ദുമതം. നമുക്കറിയാം, മനുസ്മൃതി തൊട്ട് അനേകം സ്മൃതികൾ, 18 പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മറ്റനേകം ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം എഴുതപ്പെട്ടുള്ളത് ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രോത്സാഹനവും സ്വാധീനവുമൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാഹിത്യ മേഖലയിൽ നമുക്കറിയാം, മഹാഭാരതമൊക്കെ എന്ന അനേകം കഥകളും ഉപകഥകളും അനേകം നായകന്മാരും ഒക്കെ ഉള്ളൊരു ഇതൊക്കെ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇന്ന് ഈ കമ്പ്യൂട്ടറും ആധുനിക സോഫ്റ്റ്വെയറുകളൊക്കെ ഉള്ള സമയത്ത് പോലും അത്രയ്ക്ക് ഒരു സങ്കീർണമായ ഒരു ഇതിഹാസത്തിൻ്റെ കഥ ഒരു തെറ്റുമില്ലാതെ എല്ലാ കഥാപാത്രങ്ങളെയും കഥകളെയും ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തുകൊണ്ട് എഴുതി അവസാനിപ്പിക്കാൻ അന്നത്തെ കാലത്ത് കഴിയുക എന്ന് പറയുന്നത് ഇന്നും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അത്ര കൃത്യതയോടുകൂടിയാണ് മഹാഭാരതമൊക്കെ എഴുതിയിട്ടുള്ളത്. അതിൽ ഓരോ ദിവസവും മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഓരോ രീതിയിലുള്ള സൈനിക വ്യൂഹങ്ങളെയൊക്കെ അണിനിരത്തുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ കണക്കുകൾ, ഇത്ര രഥങ്ങൾ, ഇത്ര തേരുകൾ, ഇത്ര കാലാൾ, ഇത്ര കുതിരപ്പട എന്നൊക്കെ പറയുന്ന അത് മാത്തമാറ്റിക്കലി അതിൽ എഴുതിയിട്ടുള്ള ഒരു തെറ്റും വരാതെ അത് എഴുതി ചേർക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വളരെ വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത്രത്താണ് സങ്കീർണമായ ഒരു എഴുത്താണ്, ഒരു സാഹിത്യമാണ് അന്നത്തെ സൃഷ്ടി സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സോപാന സംഗീതം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം നമ്മൾ കാണുന്നത് സോപാന സംഗീതത്തിലൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ സംഗീതം എന്ന് നമ്മൾ പറയുന്ന കർണാടക സംഗീതം, കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നതിൻ്റെ ബേസ് തന്നെ ഭക്തിയാണ്. അനേകം രാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം ഭക്തിസാന്ദ്രമായിട്ടുള്ള കീർത്തനങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന സിനിമാ പാട്ടുകളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. രാഗങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മതം സാഹിത്യത്തെയും സംഗീതത്തെയും എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് 2 സംഗീതമേ ഉള്ളൂ. 3 സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്ന് പാശ്ചാത്യ സംഗീതമാണ്, രണ്ടാമത്തെ ഹിന്ദുസ്ഥാനിയാണ്, മൂന്നാമത്തെ നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് കർണാട്ടിക്കാണ്. അപ്പോൾ സംഗീതത്തിൽ ഉള്ള സ്വാധീനം
ഇരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റും. പൊങ്കാലയിടുന്നവർ മാത്രമല്ല, ഈ അമ്മയുടെ സന്നിധിയിലെത്തി അവരുകളെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മയുടെ നാമത്തിൽ ക്ഷണം അറിയിക്കുകയാണ്. അദ്ദേഹം ഈ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ എല്ലാവരും ഏറ്റുചൊല്ലുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ അമ്മയുടെ മഹോത്സവം ധന്യമായി തീരുവാനായിട്ട് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. വിളിച്ചുള്ള പ്രാർത്ഥനയാണ്. നമ്മളുടെ ആത്മീയവും ഭൗതികവുമായ ഈ ഒരു വർഷക്കാലം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് ഭഗവാനോട് ഭഗവതിയോട് നമ്മൾ വിളിച്ചു പറയുന്ന ആ പ്രാർത്ഥനയാണ് വിളിച്ചുചൊല്ലി പ്രാർത്ഥന. നമ്മളതെല്ലാം ഞാനത് പറഞ്ഞു തരാം, അത് ഏറ്റുപറയല്ലേ. അല്ലയോ അല്ലയോ ദേവി മഹേശ്വരി, ദേവി മഹേശ്വരി, മഹാമായേ, മഹാമായേ, ലോകമാതാവേ, ലോകമാതാവേ, ആനിക്കാട്ടിലമ്മേ, ആനിക്കാട്ടിലമ്മേ, അവിടുത്തെ അനുഗ്രഹത്തിനായി പൊങ്കാലയിടുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ നാടിനും എല്ലാവിധ ഐശ്വര്യങ്ങളും തരയണമേ. മഹാരോഗങ്ങളിൽ നിന്നും മോചനം നൽകണമേ. അപകടങ്ങളിൽ നിന്നും രക്ഷ നൽകണമേ. ഞങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കി ശാശ്വതമായ ആനന്ദം നൽകണമേ. വിദ്യാവിജയവും തൊഴിൽ ഭാഗ്യവും സന്താന സൗഭാഗ്യവും ഞങ്ങൾക്ക് തരയണമേ. ഉദ്യോഗ തടസ്സം എന്നിവ മാറ്റിത്തരണമേ. ഈ വർഷത്തെ കുംഭപൂര പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ച് ആനിക്കാട്ടിലമ്മ തിരുവരങ്ങിൽ കലാസന്ധികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചിൻ നവദർശൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള ആരംഭിക്കുകയാണ്. ഈ ഗാനമേള നമ്മുടെ തിരുവുത്സവത്തിലേക്ക് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ വിഷ്ണു ശശിധരൻ പൊടിപ്പാറ വീട് ആനിക്കാട് വക വഴിപാടായിട്ടാണ്. ഈ ഗാനമേള അവതരിപ്പിക്കുന്നതിനായി കൊച്ചിൻ നവദർശന്റെ മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും ആനിക്കാട്ടിലമ്മയുടെയും ശ്രീ പരമേശ്വരന്റെയും നാമത്തിലും ആനിക്കാട്ടിലമ്മ ശിവപാർവതി ദേവസ്വം ട്രസ്റ്റിന്റെ നാമത്തിലും തിരുവുത്സവ കമ്മിറ്റിയുടെ നാമത്തിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചിൻ നവദർശന ഇങ്ങനെ ഒരു ഗാനമേള ഒരുക്കിത്തന്ന ക്ഷേത്ര കമ്മിറ്റിക്കും വിശിഷ്യ നിങ്ങൾക്ക് ഒരു അവസരം തന്ന ആനിക്കാട് പൊടിപ്പാറ വിഷ്ണു ശശിധരനും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭിലാഷ് പ്രിയപ്പെട്ട ഒപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഈ വേദിയിൽ ക്ഷണിച്ച ബുക്കിങ്ങിന് സനീഷ് കാർത്തിക പ്രോഗ്രാം ഏജൻസി മൂവാറ്റുപുഴയ്ക്കും ഒപ്പം ഈ മഹനീയ വേളയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ പ്രബുദ്ധരായ നാട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി കൊച്ചിൻ നവദർശന്റെ ഗാനമേള വേദിയിൽ സമാരംഭിക്കുന്നു. ഏവർക്കും ഊഷ്മളമായ സ്വാഗതം.
സാധാരണ ഒരു സായം ശ്രദ്ധിക്കാതെ തന്നെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വൈകിയ വേളയിലും ഇങ്ങനെ ഒരു ജനസാന്ദ്രത ഇവിടെ കാണാൻ സാധിച്ചതിൽ. അതിന്റെ തിരുവുത്സവത്തിന്റെ എല്ലാ മംഗളാശംസകളും സ്നേഹപൂർവ്വം കൊച്ചിൻ നവദർശൻ നിങ്ങൾക്ക് നേരുകയാണ്. എന്നാലും നമുക്കൊരു 2.5 മണിക്കൂർ അടിപൊളിയായിട്ട് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ടുകളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ പ്രോഗ്രാമിന്റെ ആങ്കർ ഞാനാണ്. എൻ്റെ പേര് ജോഷി എന്നാണ്. സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കാണുന്ന കാർട്ടൂൺ ചാനലായിട്ടുള്ള കൊച്ചു ടിവിയിൽ കുട്ടുമാണ്ട, മാസുഗുലാമി, ഷിൻചാൻ ഇങ്ങനെയുള്ള കൊച്ചു കഥാപാത്രങ്ങൾക്ക്, കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്ന ഒരു കൊച്ചു കലാകാരനാണ്. ചങ്ങനാശ്ശേരിയിലൊക്കെ ഇതൊക്കെ പറഞ്ഞ ഒരു കയ്യടിക്കരുത്. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ വിജയ് സൂര്യ ഇവരുടെ സിനിമകളൊക്കെ തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വരാറുണ്ട്. അതിലെ കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുക്കുന്ന ഒരു കലാകാരനാണ്. വലിയ സന്തോഷമുണ്ട് തൊട്ടടുത്ത നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാമിനെ നവദർശന്റെ കൂടെ വരാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടത് ഒരു പെട്രോളോ ഡീസലോ മറ്റു ഇന്ധനങ്ങളോ ഒന്നുമല്ല. കാര്യം നിങ്ങളുടെ ഇരു കൈകളും കൂട്ടിയിടിക്കുമ്പോഴുള്ള ഒരു ശബ്ദമുണ്ട്, പടക്കപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് തരികയാണെങ്കിൽ നമുക്ക് പതുക്കെ തുടങ്ങി വെക്കാം. തരാം ഒരു കൈയിടി. ഓക്കെ, താങ്ക് യു. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് അങ്ങനെ നോക്കുന്നത്. കാര്യം നമ്മുടെ ആൾക്കാർ എന്തൊക്കെയാണെന്നായിരിക്കും നോക്കുന്നത്, കുട്ടികൾ. ഇത് പറയാൻ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് തരടിയിലായിരുന്നു പരിപാടി. അപ്പോൾ ഒരുപാട് കുട്ടികളോടുണ്ട്. അത് കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിശ്വ സാഹിത്യകാരനുണ്ട്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് അറിയാമെന്ന് ചോദിച്ചു. തരടിയാണ് സ്ഥലം, ലോക പ്രശസ്തനാണ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളാരും ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പൊ എന്തിനും ഏതിനൊക്കെ കുളു വേണമല്ലോ. അപ്പൊ ഞാനൊരു കുളു കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് രണ്ടാമത് തുടങ്ങുന്ന ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലാണ് പറഞ്ഞത്. ആദ്യം തകഴി പറഞ്ഞു, രണ്ടാമത് ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലാണ് പറഞ്ഞത്. അപ്പൊ ഒരു ബിരുദം ചേട്ടാമപ്പം വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആണോ മോനെ? അപ്പം അവൻ പറയാ, അല്ല ഏട്ടാ ഒരു കുളു കൂടെ തരാമോന്ന്. ഞാൻ പറഞ്ഞു ഒരു കുളു കൂടെ തരാം. അദ്ദേഹത്തിന്റെ പേര് മൂന്നാമത് തുടങ്ങുന്നത് കൊട്ടാരക്കരയിൽ ജയിച്ച ഒരു മന്ത്രിയുടെ പേര് അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഏഷ്യാനെറ്റ് ആങ്കറാണ്, സിനിമാ നടനാണ്, MLA ആണെന്ന് പറഞ്ഞു. ആദ്യം തകഴി പറഞ്ഞു, രണ്ടാമത് കൊട്ടാരക്കര, രണ്ടാമത് ഹിന്ദു ദൈവത്തിന്റെ പേരുണ്ടെന്ന് പറഞ്ഞു, മൂന്നാമത് കൊട്ടാരക്കരയിൽ ജയിച്ച ഒരു മന്ത്രിയുടെ പേരുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ സിനിമാ നടനാണ്, MLA ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിരുദം തന്നെ ചേട്ടാന്ന് വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു ഇനി കുളു ഇല്ലാതെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല ഉത്തരം ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു എന്നൊരു ഭയങ്കര കൈഡി എന്ന് പറഞ്ഞ് ഭയങ്കര കൈഡി കൊടുത്തത് ഇങ്ങനെ വിളിച്ച് ഇവിടെ കൊണ്ടു നിർത്തി. ഞാൻ പറഞ്ഞു കറക്റ്റ് പറയണം, ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ മൈക്ക് വെച്ച് കൊടുത്തു. അപ്പൊ അവൻ പറയുക തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി എന്ന്. അദ്ദേഹം വേറൊന്നുമല്ല. അവൻ നോക്കിയപ്പോ തകഴി സ്ഥലം കിട്ടി. ഒരു ഹിന്ദു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനെ പിടിച്ചു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു. അങ്ങനെ അത് തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി. ഇത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഞങ്ങളൊരു തട്ടിന് പുറത്ത് ചെറിയൊരു പൊക്കത്തിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നാളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാനുള്ളതാണ്. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകരുത്. ഒരു 2.5 മണിക്കൂർ നമുക്ക് അടിപൊളിയായിട്ട് നവദർശൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടക്കപ്പെടുന്ന ഒരു കൈയിൽ നിന്ന് നമുക്ക് തുടങ്ങി വെക്കാം. നല്ലൊരു ഗെയിം പ്ലീസ്. താങ്ക് യു, താങ്ക് യു. ഇവിടെ ഏത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി തീർച്ചയായിട്ടും നമുക്കറിയാം ഈശ്വരന്റെ അനുഗ്രഹം വേണമെന്ന്. നമുക്ക് ഈശ്വരന്റെ ആ ഒരു സ്തുതി വേണം. തിരിച്ച് നമുക്ക് ആ ഒരു ബഹുമാനവും സ്നേഹവും എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ എന്തായാലും പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും മറ്റുള്ള ഗാനങ്ങളെ പോലെ തന്നെ നവദർശനം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭക്തി ഗാനമാണ് ഇത്. ആനക്കാട്ട് അമ്മയും ശിവപാർവതിയും സൃഷ്ടിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ ഗാനം നമുക്കറിയാം ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമയായിട്ടുള്ള വെടിക്കെട്ട് എന്ന സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ സിനിമയിൽ ഇന്ത്യവരം എന്ന ഗാനം ആലപിച്ച ഒരു കലാകാരനാണ്. കോമഡി ഉത്സവത്തിലൂടെ
പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിഷ്ണു ജോർജ് സംവിധാനം ചെയ്ത പാടിയ പാട്ട് കേട്ടിട്ടുള്ള എന്നറിയാൻ നാല് പാടിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകും അല്ലേ? മലയാള സിനിമയുടെ മുഖങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും. ഓക്കെ, ഈ ലാലേട്ടന്റെ ഫാൻസ് കഴിക്കാമോ? ഓക്കെ, 2010 കാലങ്ങളിലെ രഞ്ജിത്ത് മോഹൻലാൽ കൂടുതൽ പെടുന്ന സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു റോക്ക് ആൻഡ് റോൾ. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗറും ചേർന്നപ്പോൾ മധു ബാലകൃഷ്ണൻ വളരെ മനോഹരമായിട്ട് ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ഇതിൽ ആരംഭിച്ചു. രാവേറെ എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട വേദിയിലെത്തുന്നു നമ്മുടെ ജ്യോതിഷ് ബാബു. Thank you.